നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെന്ന് ബി.ജെ.പി നേതാവ് പത്മജ വേണുഗോപാൽ. തൃശൂരിലെ ജനങ്ങൾ പാർട്ടി വ്യത്യാസമില്ലാതെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ജയിക്കാൻ വേണ്ടി മാത്രമാണ് ബി.ജെ.പിയുടെ മത്സരം. പാർട്ടി എന്ത് ചുമതല ഏൽപ്പിച്ചാലും നിർവഹിക്കും. ഒരു നിബന്ധനയുമില്ല എന്നും 140 മണ്ഡലങ്ങളും തനിക്ക് സുപരിചിതമെന്നും പത്മജ വേണുഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വോട്ടിംഗ് ഷെയർ കൂടും, പല സ്ഥലത്തും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങളിൽ LDFിനേക്കാളും വോട്ട് കൂടുതലുണ്ട്. വളരെയധികം ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കാരണം മുമ്പ് കണ്ടിട്ടുള്ളൊരു BJP അല്ലേ, ഇപ്പോൾ ആവേശമുണ്ട് ആൾക്കാർക്ക്. പിന്നെ ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആൾക്കാരുടെ മനസ്സിൽ BJP ഇല്ല എന്ന് വിചാരിക്കരുത്. കാരണം അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുന്നല്ലാണ്ട് ഞാനായിട്ട് പോയിട്ട് ഒരിക്കലും ഇടിച്ച് ചോദിച്ചിട്ടില്ല. തൃശ്ശൂരുകാർക്ക് എന്നെ ഇപ്പോൾ ഭയങ്കര അവരിന്ന് പാർട്ടി വ്യത്യാസമില്ലാണ്ട് എന്നെ വിളിക്കാറുണ്ട്. ചേച്ചി പ്രാവശ്യം വന്ന് നിൽക്കണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, പാർട്ടിയല്ലേ, പാർട്ടി എന്താ വെച്ചാൽ പറയട്ടെ. അതിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ 140 മണ്ഡലങ്ങളിലാണെങ്കിലും എനിക്ക് വോട്ട് ശതമാനം കൂട്ടാൻ കഴിയും. പക്ഷേ തൃശ്ശൂരിലുള്ളവരെല്ലാവരും നിർബന്ധിക്കുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാലേ മത്സരിക്കുകയുള്ളൂ, ഞാനായി എവിടെയും പോയി ചോദിക്കില്ല. അതായത് രണ്ടു വശത്തുമുണ്ട്. മർമ്മം അറിഞ്ഞുകൊണ്ടുള്ള വളരെ സ്ട്രോങ് ആയ ക്ലെയിമാണ് മുന്നോട്ട് വെക്കുന്നത്. ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തണം. പത്മജ വേണുഗോപാൽ കൃത്യമായ സൂചന പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ നൽകുന്നു എന്നുള്ളതാണ്. 140 മണ്ഡലങ്ങളും തനിക്ക് സുപരിചിതമാണ്. താൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ളതാണ് കേരളത്തിലെ മണ്ഡലങ്ങളിലൂടെ. എന്നാൽ തൃശ്ശൂരത്തെ ജനങ്ങൾ പാർട്ടി വ്യത്യാസമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകരടക്കം ചേച്ചി വന്ന് നിൽക്കൂ, കഴിഞ്ഞ തവണ ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയതാണ്, വീണ്ടും മത്സരിക്കൂ, ഞങ്ങൾ ജയിപ്പിക്കാമെന്ന തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വിളിക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും എന്നൊരു സൂചന കൂടി, ശക്തമായ സൂചന കൂടി പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നു. ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. ചർച്ച വരുമ്പോൾ ആ അഭിപ്രായം എന്ന നിലയിലാണ്. ഒരു നിബന്ധനയും ഒരു നിർബന്ധ ബുദ്ധിയും ഇക്കാര്യത്തിൽ തനിക്കില്ല എന്നുകൂടി പറയുകയാണ്. മത്സരിക്കാൻ ഏൽപ്പിച്ചാൽ തയ്യാറാണ്, മത്സരിക്കേണ്ട എന്ന് പറയുകയാണ്. മറ്റു ചുമതല ഏൽപ്പിച്ചാൽ അതിനും തയ്യാറാണ് എന്ന് പത്മജ പറയുന്നു. ഏതായാലും കൃത്യമായ സൂചന തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടെ, സീറ്റ് വിഭജന ചർച്ചകൾക്കിടെ പത്മജ വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നു. പത്മജ BJPയിലേക്ക് വന്നപ്പോൾ ഗവർണറാകുമെന്നും മറ്റേതെങ്കിലും വലിയ പദവികൾ ലഭിക്കുമെന്നും ഒക്കെ വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ് സാധ്യത. തൃശ്ശൂർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് പത്മജ പറഞ്ഞു വെക്കുകയാണ്. മാധു, ശരി, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് തുറന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഞാൻ മത്സരിക്കണം, മറ്റുള്ളവരൊക്കെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാർട്ടിക്ക് മുന്നിൽ അതൊരു വലിയ അവകാശവാദമായി തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. വളരെ ഡയറക്റ്റായി തന്നെ.